പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനം 5-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് വലിയൊരു വീഴ്ച കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം പാടുന്ന സങ്കീർത്തനമാണ് 40-ാമത്തെ സങ്കീർത്തനം. വളരെ ഭയാനകമായ ഒരു വീഴ്ചയായിരുന്നു അത്. വളരെ മാരകമായ ഒരു വീഴ്ചയായിരുന്നു അത്. വളരെ ദയനീയമായ ഒരു അധപ്പതനമായിരുന്നു അത്.
ആ ഡിക്ലൈൻ കഴിഞ്ഞ് ദാവീദ് റിട്ടേൺ ചെയ്യുന്നതാണ് സന്തോഷകരമായൊരു അനുഭവം. ദാവീദ് തിരികെ വരികയാണ്. ദാവീദ് എഴുന്നേറ്റ് വരികയാണ്. ദാവീദ് അധപ്പതനത്തിൽ നിന്ന് എഴുന്നേറ്റ് മടങ്ങി വരികയാണ്. ദൈവം ദാവീദിനെ അനുതാപത്തിലേക്ക് നടത്തുകയാണ്. ദൈവം ദാവീദിനെ അനുതാപത്തിലേക്ക് നടത്തുക മാത്രമല്ല, ദൈവം ദാവീദിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ അനുഭവിച്ച് പാപക്ഷമ അനുഭവിച്ചതിന് ശേഷം ദാവീദ് പാടുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. 40-ാം സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ദാവീദ് തുടർന്ന് പറയുകയാണ്, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. എൻ്റെ ദൈവമേ, നീ എന്നെ വിചാരിച്ചല്ലോ, വീണുപോയി എന്നെ നീ കടാക്ഷിച്ചല്ലോ. ജീവിതത്തിൽ പ്രത്യാശ തരുവാൻ കർത്താവേ നീ കനിഞ്ഞല്ലോ. ഞാൻ ഭോജനയാഗം കഴിച്ചില്ല, പാനീയയാഗം ഞാൻ കഴിച്ചില്ല. ഞാൻ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും കൊണ്ടുവന്ന് യാഗം കഴിച്ചില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, ഭോജനയാഗമോ പാവയാഗമോ കഴിച്ചാൽ നിന്നെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ചിരുന്ന കാലങ്ങളെല്ലാം പോയി. അങ്ങനെയുള്ള വഴിപാടുകളിലൊന്നും അല്ല നീ പ്രസാദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തിലാണ് എൻ്റെ ദൈവമേ നീ പ്രസാദിക്കുന്നത്. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയം, എ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് എ കോൺട്രൈറ്റ് സ്പിരിറ്റ്. ബ്രോക്കൺ ഹാർട്ട്, ഒരു തകർന്ന ഹൃദയം, എ കോൺട്രൈറ്റ് സ്പിരിറ്റ്, നുറുങ്ങിയ ആത്മാവ്. എൻ്റെ കർത്താവേ, എൻ്റെ തകർന്ന ഹൃദയം, അതിനും കാരണക്കാരൻ നീയാണ്. എനിക്ക് തകർച്ച തന്നത് നീയാണ്. എനിക്ക് കുറ്റബോധം തന്നത് നീയാണ്. എനിക്ക് പാപബോധം തന്നത് നീയാണ്. എൻ്റെ അധപ്പതിച്ച അവസ്ഥ കാണാൻ എൻ്റെ കണ്ണ് തുറന്നത് നീയാണ്. എനിക്കെൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ ഭാഗ്യം ലഭിച്ചത് നിൻ്റെ കൃപയാണ്, നിൻ്റെ കരുണയാണ്. യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ എന്തൊരു അത്ഭുതമാണ് ചെയ്തത്. എൻ്റെ ജീവിതം തകർന്നു പോയിരുന്നു, ശാപഗ്രസ്തമായിരുന്നു, ശപിക്കപ്പെട്ട ജീവിതമായിരുന്നു, തീർന്നു പോയിരുന്നു, ആശയറ്റ് പോയിരുന്നു, എല്ലാ വാതിലും അടഞ്ഞു പോയിരുന്നു, കുടുംബം കലങ്ങിപ്പോയിരുന്നു, മക്കൾ നശിച്ചു പോയിരുന്നു, മക്കൾ നഷ്ടപ്പെട്ടു പോയിരുന്നു, അപകടങ്ങൾ ഒന്നിനുമീതെ ഒന്നായി വന്നു കഴിഞ്ഞിരുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. വളരെ വളരെ നീ ഞങ്ങൾക്ക് വേണ്ടി വിചാരിച്ചു. എനിക്ക് വേണ്ടി നീ ഓർക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ സങ്കീർത്തനത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ 40-ാം സങ്കീർത്തനത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അവസാന വാക്യം 17-ാം വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. സ്നേഹിതരെ, നാം നിസ്സാരരാണ്. ഞാനതെ, നിങ്ങളുമതെ. നാം എല്ലാം അല്പപ്രാണികളാണ്. നമുക്കിത്രയേ കഴിവുള്ളൂ എന്ന് കർത്താവിനറിയാം. നമുക്ക് വലിയ ബലമില്ലെന്ന് കർത്താവിനറിയാം. നമുക്ക് വലിയ പ്രാപ്തിയില്ലെന്ന് കർത്താവിനറിയാം. നമ്മുടെ പ്രകൃതി കർത്താവിനറിയാം. നമ്മുടെ ബലഹീനത കർത്താവിനറിയാം. നമ്മുടെ പോരായ്മ കർത്താവിനറിയാം. നമ്മുടെ ഇല്ലായ്മ കർത്താവിനറിയാം. നമ്മുടെ വല്ലായ്മ കർത്താവിനറിയാം. നാം എന്തുള്ളൂ എന്ന് കർത്താവിനറിയാം. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ വിചാരിക്കുന്നു. യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിൻ്റെ വിചാരങ്ങൾ എന്നെ തന്നെ നീ ഓർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാര്യം നിൻ്റെ പ്രത്യേക ചിന്താവിഷയമായിരിക്കുന്നു. ഈ പാവപ്പെട്ട ദാവീദ്, എൻ്റെ ദൈവമേ, ആടുകളെ നോക്കി
മലഞ്ചെരുവിലൂടെ ആടുകൾ പിറകെ നടന്ന വെറും കേവലം ആട്ടിടയനായ ഈ സാധു മനുഷ്യൻ, നീ എന്നെ ഓർത്തത് കൊണ്ടല്ലേ ഞാൻ ഈ കൊട്ടാരത്തിലെത്തിയത്. നീ എന്നെ വിചാരിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ അധികാരസ്ഥാനത്ത് കയറി ഇരിക്കുന്നത്. എൻ്റെ കരുണയുള്ള കർത്താവേ, ഞാൻ ഈ കൊട്ടാരത്തിൽ വന്നതും, ഞാൻ ഈ രാജകീയ മുടി ചൂടിയതും, ഞാൻ ഈ രാജകീയ ചെങ്കോൽ വഹിച്ചതും, ഞാൻ ഈ രാജകീയ സിംഹാസനത്തിൽ ഇരുന്നതും, രാജകീയ അധികാരത്തിൻ്റെ പദവിയുറ്റ സ്ഥാനത്ത് ഞാൻ കയറി ഇരിക്കുന്നതും എല്ലാം നീ തന്നതല്ലേ, എന്നിൻ്റെ ദാനമല്ലേ. എന്നെ നീ ഓർത്തത് കൊണ്ടല്ലേ. ദൈവമേ, നീ എന്നെ ഓർക്കുന്നു. യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദൈവ പൈതലേ, ഇത് കേൾക്കുമ്പോൾ നീ കോൾമേർക്കൊള്ളുക, നീ രോമാഞ്ചമണിയുക. നിന്നെ തന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ഏറ്റവും നല്ല ഐശ്വര്യം വരുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് രോഗം വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് നഷ്ടം വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് കടം വന്ന് കയറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ആപത്ത് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താണ് എനിക്ക് ആപത്ത് വന്നത് നിങ്ങൾ ചോദിക്കും. പിന്നെ എന്താണ് എനിക്ക് നഷ്ടം വന്നത് നിങ്ങൾ ചോദിക്കും. കഷ്ടനഷ്ടങ്ങൾ അടിക്കടി എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഷ്ടവും നഷ്ടവും രോഗവും ആപത്തും കടവും പ്രയാസവും ബുദ്ധിമുട്ടും ക്ലേശവും പ്രശ്നവും പ്രതിസന്ധിയും എല്ലാം ഉണ്ടാക്കുന്നത് ആരാണെന്നറിയാമോ? അത് പൈശാചികനാണ്, അത് സാത്താനാണ്. ഈ തിരുവചനം പറയും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോഴാണ് അത് നാം കാണുന്നത്. നാം അത്ഭുതപ്പെട്ടു പോകും. എന്താണ് പറയുന്നത്? നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് ചതിപറ്റി പോകരുത്. ദൈവം നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങൾ ചിന്തിച്ചു പോകരുത്. ദൈവം നിങ്ങൾക്ക് നാശം വരുത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓരോരുത്തരും വരുന്ന പരീക്ഷയ്ക്ക് കാരണം, അവന് വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് കാരണം പൈശാചികനാണ്. അതിനെന്താണ് കാരണം? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പ്രിയപ്പെട്ടവരെ, മോഹം നമ്മിൽ അങ്കുരിക്കുന്നു. മോഹം നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കുന്നു. അരുതായികൾ നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കുന്നു. പലതരത്തിലുള്ളതായ ദുർമോഹങ്ങളും അത്യാഗ്രഹങ്ങളും നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കുന്നു. പുറമേ പ്രവൃത്തിയിലേക്ക് വരുന്നില്ലായിരിക്കാം, പുറമേ ദോഷമായ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നാം ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ അത് പാപമയമാണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞുവെന്ന് വരികയില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ മുകുളീകൃതമാകുന്നതായ പാപങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ അവിടെ മൊട്ടിട്ട് വരുന്ന പാപങ്ങൾ, സഹോദരങ്ങളെ, ഈ പാപം മൂലം അത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അത് മുഴുത്തിട്ടോ മരണത്തെ പെറുന്നു. പാപത്തിന് ശമ്പളമായ മരണം വരുന്നു. അങ്ങനെ പിശാചിന് അവകാശം വരുമ്പോൾ, പാപത്തിൻ്റെ ഉടമസ്ഥനായ പിശാച് ഓരോ മനുഷ്യനിലും അവകാശം പറഞ്ഞു വന്ന് അവൻ കെടുതികൾ വരുത്തുന്നു. അവൻ രക്ഷപ്പെടുന്നതിന് മുൻപ് അവനെ നശിപ്പിക്കാനാണ് പിശാചിൻ്റെ ഉദ്യമം. അവൻ സൗഭാഗ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവനെ നശിപ്പിച്ച് കളയുവാൻ, അവനെ തൂത്ത് തുടച്ച് കളയുവാൻ, അവനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, അവനെ ഉന്മൂലമാക്കുവാൻ പിശാച് പരിശ്രമിക്കുകയാണ്. പിശാചാണ് ഉപദ്രവം ചെയ്യുന്നത്. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? നാം ദൈവത്തെ വിളിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ താഴുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യുന്നു? നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാകുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. പാപത്തെ വെറുത്താലേ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. പാപത്തെ വെറുത്ത് പാപത്തെ ഉപേക്ഷിച്ച് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മിൽ നിറവേറും. എന്താണ് വാഗ്ദത്തം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വന്ന കഷ്ടനഷ്ടങ്ങൾ നന്മയ്ക്കായി തീരും, ഉപദ്രവങ്ങൾ നന്മയ്ക്കായി തീരും, പ്രതിസന്ധികൾ നന്മയ്ക്കായി തീരും, എതിർപ്പുകൾ നന്മയ്ക്കായി തീരും, ആക്രമണങ്ങൾ നന്മയ്ക്കായി തീരും, രോഗം നന്മയ്ക്കായി തീരും, ആത്യന്തിക നന്മയ്ക്കായി മാറും, കടം നന്മയ്ക്കായി മാറും. പ്രിയപ്പെട്ടവരെ, കടം വരുന്നു, അതെങ്ങനെയാണ് നന്മയ്ക്കാകുന്നത്? സഹോദരങ്ങളെ, നാം നമ്മെ തന്നെ കാണാനിടയാകും, നാം ദൈവത്തെ വിളിക്കാനിടയാകും, ദൈവസന്നിധിയിൽ നാം കരയാനിടയാകും, നമ്മുടെ പാപത്തെ ഓർത്ത് അനുദപിക്കാനിടയാകും. അപ്പോൾ നമുക്ക് നിത്യജീവൻ്റെ അവകാശം കിട്ടും. ഈ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് നിത്യജീവൻ്റെ സ്വർഗീയ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പദവി കിട്ടും. സാധാരണഗതിയിൽ എളുപ്പമല്ലാത്തതും അത്യന്തം പ്രയാസമുള്ളതുമായ നിത്യജീവൻ്റെ അത്ഭുതകരമായ പരമോന്നത പദവി നമുക്ക് സംപ്രാപ്തമാകും. അപ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, പിശാചാണ് ഉപദ്രവം ചെയ്യുന്നത്. രോഗം വരുത്തുന്നതും പിശാചാണ്, ശല്യം വരുത്തുന്നത് പിശാചാണ്, കുടുംബത്തിൽ കലക്കമുണ്ടാക്കുന്ന പിശാചാണ്, മദ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പിശാചാണ്, ദുശ്ശീലങ്ങളിൽ കെട്ടിയിടുന്ന പിശാചാണ്, ദുസ്വഭാവത്തിൽ തളച്ചിടുന്ന പിശാചാണ്, ചീത്ത ചിന്തകൾ കൊണ്ടുവരുന്ന പിശാചാണ്, മോഹചിന്തകൾ കൊണ്ടുവരുന്ന പിശാചാണ്, അത്യാഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന പിശാചാണ്, സ്വാർത്ഥതയും അഹന്തയും കൊണ്ടുവരുന്ന പിശാചാണ്. എല്ലാം സാത്താൻ്റെ തന്ത്രം. ഏദൻ തോട്ടത്തിൻ്റെ സമ്മോഹനമായ ആനന്ദതുന്തിലമായ അന്തരീക്ഷത്തിൽ കടന്നു എന്ന് ആനന്ദം കലക്കി ദുഃഖം വിതച്ച പിശാച്, ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുരിതം വിതച്ച പിശാച്, അവൻ ഇന്നും കുടുംബങ്ങൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വൈരുദ്ധ്യങ്ങൾ അവൻ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ ഛിദ്രവും ഭിന്നതയും അനൈക്യവും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴക്കും പിണക്കവും കലക്കവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സാത്താൻ്റെ തന്ത്രമാണ്, എല്ലാം പൈശാചികൻ്റെ തന്ത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവപൈതൽ ഇത് സാത്താൻ്റെ ഉദ്യമമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ മനസ്സിലാക്കും, എൻ്റെ ദൈവം എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ കരുതുന്നു, എന്നെ സ്നേഹിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കർത്താവേ, എൻ്റെ പാപം മൂലം, എൻ്റെ മോഹം മൂലം പിശാച് അവകാശം പറഞ്ഞ് എന്നെ കെടുതിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഈ കർത്താവേ, ഇതെനിക്ക് നന്മയ്ക്കാക്കി തീർക്കാൻ നീ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാനിതാ എൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നു. അങ്ങനെ അനുദപിക്കുമ്പോൾ ദൈവം പാപം ക്ഷമിച്ചു കൊടുക്കുന്നു. അപ്പോൾ പിന്നെ അനുഗ്രഹം ഇരച്ചു കയറി വരുന്നു. സമാധാനം അങ്ങ് പ്രവഹിക്കുന്നു ജീവിതത്തിലേക്ക്. കുടുംബം സ്വർഗമായി മാറുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം സ്വർഗമാകണ്ടേ? നിങ്ങളുടെ വീട് കൊച്ചു കൊച്ചു സ്വർഗമാകണ്ടേ? നിങ്ങളുടെ ജീവിതം സമാധാനം നിറഞ്ഞതാകണ്ടേ? സന്തോഷ നിർഭരമായി തീരണ്ടേ? നിങ്ങളുടെ കുടുംബത്തിൽ യേശു വാഴണ്ടേ? നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വസിക്കണ്ടേ? ഒരു സംതൃപ്തിയുള്ള ജീവിതം നമുക്ക് വേണ്ടേ പ്രിയരെ? വേണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സംതൃപ്തിയുള്ള ജീവിതം, ഓ എൻ്റെ കർത്താവേ, നീ എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നൊരു ജീവിതം, ഈ നിസ്സാരനും മഹാഭാവിയുമായ എന്നെ നീ വിചാരിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തുന്ന ഒരു ജീവിതം വേണ്ടേ നിങ്ങൾക്ക്? ഞാൻ എന്തുള്ളൂ കർത്താവേ, ഞാൻ എത്ര നിസ്സാരൻ, എന്നിട്ടും നീ എന്നെ വിചാരിക്കുന്നല്ലോ, നീ എൻ്റെ കാര്യം അന്വേഷിക്കുന്നല്ലോ, നീ എനിക്ക് വേണ്ടി കരുതുന്നല്ലോ, ഞാനൊന്ന് കരയുമ്പോൾ നീ എൻ്റെ കരച്ചിൽ കേൾക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് പറയാമോ? അതിന് ബുദ്ധിയിൽ പരതണ്ട, ബുദ്ധിയിൽ വിശകലനം ചെയ്യണ്ട, ദൈവം ഉണ്ട് എന്ന് അക്കമിട്ട് തെളിവ് കൊണ്ടുവരണ്ട. ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. എങ്ങനെ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് തെളിവ്. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ, നിങ്ങൾ ആവശ്യങ്ങളും പേറി ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ ക്രൂസിൽ മരിച്ച ക്രിസ്തുവിനെ നിങ്ങളുടെ നായകനും നാഥനുമായി കൈക്കൊണ്ടുകൊണ്ട്, യേശുവിനായി നിങ്ങളുടെ ജീവിതം വേർതിരിച്ചുകൊണ്ട് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ, നിങ്ങളുടെ ആവലാതികൾ അവനോട് ബോധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവനോട് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കൊരു പോം വഴി കിട്ടുന്നു. അതാണ് ക്രിസ്തു ജീവിക്കുന്നു എന്നതിന് തെളിവ്. വേറെ തെളിവൊന്നും തേടി നടക്കണ്ട, വേറെ അതിന് പുസ്തകം വായിക്കണ്ട.
ദൈവം ഉണ്ട് എന്ന് തെളിവ് പഠിക്കാൻ പുസ്തകം വായിച്ച് നോക്കണ്ട, പണ്ഡിതന്മാരെ തേടി പോകണ്ട, അതിന് കൗൺസിലിങ്ങിന് പോകേണ്ട കാര്യമില്ല. ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നെന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അനുഭവം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവം ജീവിക്കുന്നതിന് തെളിവായി നിങ്ങളുടെ ജീവിതം പ്രകാശഭാസുരമാകണം. ദൈവം ജീവിക്കുന്നതിന് തെളിവ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ രോഗിയായി അവശനായിരുന്നപ്പോൾ അവൻ എൻ്റെ അരികത്ത് വന്ന് എന്നെ തലോടി എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ അവൻ ഓടി വന്ന് എൻ്റെ മക്കളെ നേരായ പാതയിൽ നടത്തുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, മുഴുവൻ കുടിച്ച് മുടിച്ചപ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ടെൻ്റെ ഭർത്താവിന് സുബോധം കൊടുത്തു, മദ്യത്തോട് വിട പറയാൻ കൃപ കൊടുത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അയ്യോ, എല്ലാം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നിതാ ചെങ്കടൽ പിളർന്ന ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരിഹാരം തരുന്നു, പ്രശ്നം പരിഹരിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരാളോടൊരു കാര്യം ചോദിച്ചു, ആ പ്രശ്നം എന്തായി എന്ന്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഉടനെ മറുപടി, അത് പെട്ടെന്നങ്ങ് സോൾഡായി എന്ന്. എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അത് പെട്ടെന്നങ്ങ് സോൾഡായി, പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടുവെന്ന്. സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. കെട്ടുകഥയല്ല കേട്ടോ, ഊഹാപോഹമല്ല കേട്ടോ, തോന്നലുകളല്ല കേട്ടോ, ഇതെല്ലാം അനുഭവങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നൊരു ദൈവമുണ്ട്. യാതനകൾക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് മാനിക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ദാവീദ് പാടുകയാണ്. എന്താണ് പാടിയത്? എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. എൻ്റെ കർത്താവേ, എണ്ണിക്കൂടാതവണ്ണം അധികമായ അത്ഭുതമാണ് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്, നിങ്ങളിന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്നത്, നിങ്ങളുടെ ആയുസ് നീണ്ടു കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോ നിങ്ങൾക്ക് എണ്ണി ഓർക്കാം. വർഷങ്ങൾ കുട്ടികളില്ലാതിരുന്നിട്ട് ഇന്നൊരു പൊന്നോമന കുട്ടിയെ നിങ്ങൾ ഓമനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടു പോയപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് മാനിച്ച് രോഗം മാറ്റിത്തന്നത്. എന്തെല്ലാം. പലവട്ടം പരീക്ഷ എഴുതി തോറ്റെങ്കിലും ദൈവത്തെ സ്വീകരിച്ച് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചതിന് ശേഷം പരീക്ഷ എഴുതിയപ്പോൾ പാസ്സായി കിട്ടിയത്. അനേകം പടിവാതിൽ തോറും നടന്ന് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടും ജോലി കിട്ടാതെ വലഞ്ഞപ്പോൾ അപ്പോഴുണ്ട് സ്വർഗത്തിലെ ദൈവം വന്ന് ഒരു തൊഴിലിങ്ങോട്ട് കൊണ്ടുവന്ന് തന്നത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ സർവ്വവല്ലഭനായ യേശുവിൻ്റെ കരങ്ങൾ. മൂന്നാണികളിൽ തൂങ്ങിയ കർത്താവായ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ. മകനെ, നിന്നെ പിടിക്കുകയായിരുന്നു, മകളെ, നിന്നെ തലോടുകയായിരുന്നു. ആ കരങ്ങൾ നിൻ്റെ ഭുജത്തിൽ പിടിച്ച് നിന്നെ നടത്തുകയായിരുന്നു. തിരിഞ്ഞു നോക്കൂ, സ്തുതിക്കാൻ വകയില്ലേ? തിരിഞ്ഞു നോക്കൂ, നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കൂ, ഓർത്തു നോക്കൂ. എണ്ണി സ്തുതിക്കാൻ വകയുണ്ട്. എണ്ണി സ്തുതിക്കാൻ. എണ്ണിയാൽ തീരുകയില്ല. ദാവീദ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിന് വിചാരങ്ങൾ വളരെയാകുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. അസംഖ്യം അനുഗ്രഹങ്ങൾ എനിക്ക് നീ തന്നു. അർഹിക്കാത്ത നന്മകൾ നീ എനിക്ക് തന്നു. അയോഗ്യനായ എന്നെ നീ യോഗ്യനായി പരിഗണിച്ചു. എന്നെ യോഗ്യനായി നീ കണക്കാക്കി. യോഗ്യനായതുകൊണ്ടല്ല, നീ പരിഗണിച്ചത് കൊണ്ട്. നീ എന്നെ അങ്ങനെ നീ കൺസിഡർ ചെയ്തു. നീ എന്നെ അങ്ങനെ റെക്കൺ ചെയ്തു. എന്നെ നീ അങ്ങനെ പരിഗണിച്ചു. ഞാൻ യോഗ്യനായതുകൊണ്ടല്ല, കുറ്റവാളിയായ എന്നെ കുറ്റവിമുക്തനാക്കി നീ തീർത്തതുകൊണ്ട്, മഹാഭാവിയായ എന്നെ പാപം നീ കഴുകിത്തന്ന് തിരക്തത്തിൻ്റെ മുദ്ര അണിയിച്ചത് കൊണ്ട്, ചങ്ക് തുറന്നൊഴുകിയ കുറ്റമില്ലാത്ത രക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിയിൽ പതിക്കാൻ നിനക്ക് തിരുമനസ്സായതുകൊണ്ട്, കർത്താവേ, നിൻ്റെ ജീവൻ്റെ ആത്മാവിനെ ഈ പാപിയായ മനുഷ്യൻ്റെ ശിരസിലേക്ക് പകരാൻ നിനക്ക് തിരുമനസ്സായതുകൊണ്ട്, വിശുദ്ധിയുടെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കാൻ, എൻ്റെ മേൽ ഊതാൻ നിനക്ക് കരുണ തോന്നിയതുകൊണ്ട്, ദൈവമേ,
ഞാൻ എങ്ങനെ വർണ്ണിക്കേണ്ടു? എൻ്റെ വർണ്ണനയ്ക്ക് അതീതനാണ് നീ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ അധികമാകുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് സ്തുതിക്കാൻ വകയില്ലേ? ആനന്ദത്തോടെ, ആർപ്പോടെ, ആഘോഷത്തോടെ, ആരവാരത്തോടെ വാഴ്ത്തിപ്പാടാൻ നിങ്ങൾക്ക് വിഷയങ്ങളില്ലേ? ദൈവം ചെയ്ത നന്മകൾ ഓർക്കാനില്ലേ? ദാവീദ് ഒരിക്കൽ പാടി, ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. വേറൊരിക്കൽ ദാവീദ് പാടി, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. 42-ാം സങ്കീർത്തനം 1-ാം വാക്യം. ആദ്യം പറഞ്ഞത് 63-ാം സങ്കീർത്തനം 1-ാം വാക്യം. വീണ്ടും ദാവീദ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും? പിന്നൊരിക്കൽ ദാവീദ് പറഞ്ഞു, ദാവീദ് പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവജനമേ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കരുതുന്നു നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളെ ദൈവം കാണുന്നെന്ന് വിശ്വസിക്കൂ. ക്രിസ്തു നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ക്രിസ്തു നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ക്രിസ്തു തൻ്റെ കൈവെള്ളയിൽ നിങ്ങളെ താലോലിപ്പാൻ കൊതി കൊണ്ട് കൈനീട്ടി നിൽക്കുന്നു. മകനെ, ആ കരങ്ങളിലേക്ക് തന്നെ വെച്ചു കൊടുക്കൂ. മകളെ, ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിന്നെ വിട്ടുകൊടുക്കൂ. നിൻ്റെ ആവലാധികളും നിൻ്റെ ഭാരങ്ങളും നിൻ്റെ പ്രശ്നങ്ങളും എല്ലാം പേറിക്കൊണ്ടുവന്ന് അതെല്ലാം അവൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്തിട്ട് അവനെ നീ സ്തുതിക്കാൻ തുടങ്ങൂ. അവനോട് നീ വാക്ക് പറയൂ, നാഥ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. ദൈവത്തോട് വാക്ക് പറയൂ. ദൈവകരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കൂ. ദൈവത്തിനായി നിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കൂ. ഉടയവനെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. രാജാതി എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ സിംഹാസനസ്ഥനായി വാഴണമേ. എന്നെ നീ ഭരിക്കണമേ. എന്നെ നീ നിയന്ത്രിക്കണമേ. എൻ്റെ കടിഞ്ഞാൺ നീ ഏറ്റെടുക്കണമേ. എൻ്റെ ഭരണം നീ മുഖ്യമായും, എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം മുഖ്യമായും നീ ഏറ്റെടുക്കണമേ. എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. സമ്പൂർണ്ണ നിയന്ത്രണത്തിൻ്റെ കൈകളിലേക്ക് ഞാനിതാ തരുന്നു. എന്നോട് മനസ്സറിയണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച് രക്ഷക. ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. സമർപ്പിക്കുവിൻ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ കൃപ നൽകണമേ. സ്നേഹിപ്പാൻ ഒരു ദൈവമുണ്ടെന്ന്, കരുതുവാൻ ക്രിസ്തു ഉണ്ടെന്ന്, നടത്തുവാൻ ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരമുണ്ടെന്ന് അറിയുവാനും അനുഭവിക്കുവാനും ഏവർക്കും സൗഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, കുടുംബശാന്തി പകരണമേ, രോഗസൗഖ്യം നൽകണമേ, ശാപദോഷങ്ങൾ മാറ്റണമേ, കുടുംബങ്ങളിലേക്ക് സമാധാനം അളവില്ലാതെ പകർന്ന് എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ, ആമീൻ.